The magic begins. മായാജാലം ആരംഭിക്കുന്നു. One day, the young prince of the land invited all the young girls of the kingdom to a ball. ഒരിക്കൽ ആ നാട്ടിലെ രാജകുമാരൻ ആ രാജ്യത്തുള്ള എല്ലാ യുവതികളെയും ആ രാജ്യത്തിലെ ഒരു നൃത്തവിരുന്നിന് ക്ഷണിക്കുകയാണ്. പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ്റ്റ് ദം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പെൺകുട്ടികളിൽ നിന്നും ആ രാജകുമാരൻ്റെ രാജകുമാരിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് വെർ ഡിലൈറ്റഡ് ഓൺ ഹിയറിംഗ് ദിസ് ഇൻവിറ്റേഷൻ. സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സ് ഇത് കേട്ട് വളരെയധികം സന്തോഷത്തിലായി. ഈ ഒരു ഇൻവിറ്റേഷൻ കേട്ടപ്പോൾ അവർ ഹാപ്പിയായി. ദേ സെലക്റ്റഡ് ദ ബെസ്റ്റ് ഗൗൺസ്. അവർ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നു. ദേ ഡ്രസ്ഡ് ദെയർ ഹെയർസ്. അവരുടെ മുടിയൊക്കെ ചീകി. ബട്ട് ദേ വർ നോട്ട് ടേക്കിംഗ് സിൻഡ്രല്ല വിത്ത് ദം. പക്ഷേ അവർ സിൻഡ്രല്ലയെ അവരുടെ കൂടെ കൊണ്ടുപോയില്ല. യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ, ദേ ടോൾഡ് ഹെർ. അവർ അവളോട് പറയുകയാണ്, നിനക്ക് യാചകർ നടത്തുന്ന നൃത്തവിരുന്നിന് പോകാം. എന്നിട്ട് അവർ പറഞ്ഞു, കോംബ് അവർ ഹെയർ, ഞങ്ങളുടെ മുടി ചീകിത്ത. ബ്രഷ് അവർ ഷൂസ്, ഞങ്ങളുടെ ഷൂ ഒക്കെ തുടച്ചുത്ത. ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്, ഞങ്ങളുടെ അരപ്പട്ടയൊക്കെ വേഗം ഒന്ന് മുറുക്കിത്ത. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ, ഞങ്ങൾ രാജകുമാരൻ്റെ നൃത്തവിരുന്നിന് പോവുകയാണ്. വെൻ ഷീ ഹേർഡ് ദിസ്, അവളിത് കേട്ടപ്പോൾ സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈങ്, അവൾക്ക് അവളുടെ കരച്ചിൽ അടക്കാൻ സാധിച്ചില്ല. ഫോർ ഷീ ടു ലൈക്ക്ഡ് ടു ഗോ ടു ദ പാർട്ടി, അവളെ സംബന്ധിച്ച് അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ പാർട്ടിക്ക് പോകുവാൻ. ഷീ ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ എലോങ്, അവൾ അവളുടെ രണ്ടാനമ്മയോട് അവളെയും കൊണ്ടുപോകാൻ യാചിച്ചു. വാട്ട് യു സിൻഡ്രല്ല, ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡെറ്റ് യു വാണ്ട് ടു ഗോ ടു ദ ബോൾ? യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, യു വാണ്ട് ടു ഡാൻസ്. അപ്പോൾ രണ്ടാനമ്മ പറയുകയാണ്, എന്താണ് സിൻഡ്രല്ല, നീ ഈ ചളിയും ഈ പൊടിയുമൊക്കെ പിടിച്ച് എന്നിട്ട് നിനക്ക് നൃത്തവിരുന്നിന് പോകണോ? യു ഹാവ് നോ ഡ്രസ് ആൻഡ് ഷൂസ്, നിനക്ക് ഷൂസോ ഡ്രസ്സോ ഒന്നും തന്നെ ഇല്ല. യു വാണ്ട് ടു ഡാൻസ്, എന്നിട്ട് നിനക്ക് ഡാൻസും കളിക്കണമെന്നോ? ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല്ല, സിൻഡ്രല്ലയെ തിരിഞ്ഞു നടക്കുകയാണ്. ആൻഡ് ഹറിഡ്ലി സെറ്റ് ഔട്ട് വിത്ത് ഹെർ ടു പ്രൗഡ് ഡോട്ടേഴ്സ്. ഇത് പറഞ്ഞ് ധൃതിയിൽ അവരുടെ രണ്ട് അഹങ്കാരികളായ പെൺകുട്ടികളെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. When Cinderella lost sight of them, സിൻഡ്രല്ലയുടെ കാഴ്ചയിൽ നിന്ന് അവർ മറഞ്ഞപ്പോൾ she felt very sad, അവൾക്ക് വളരെയധികം വിഷമമായി. She started crying, അവൾ കരയാൻ തുടങ്ങി. Tears rolled down her cheeks, കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. She thought of her own mother, അവൾ സ്വന്തം അമ്മയെ ആലോചിച്ചു. If my mother had been alive, എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ she would have sent me to the ball, അവരെന്നെ നൃത്തവിരുന്നിന് പറഞ്ഞേക്കുമായിരുന്നു. Suddenly she heard a voice, പെട്ടെന്ന് തന്നെ അവൾ ഒരു ശബ്ദം കേൾക്കുന്നു. You will certainly go to the ball, നീ തീർച്ചയായും നൃത്തവിരുന്നിന് പോകും. I am your fairy godmother, ഞാൻ നിങ്ങളുടെ തല തൊട്ടമ്മയാണ്. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്, സിൻഡ്രല്ല ആകെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ, ആ സമയത്ത് അവളുടെ മുന്നിൽ ഒരു മാലാക നിൽക്കുന്നത് അവൾ കാണുന്നു. ഐ ആം ദ ക്യൂൺ ഓഫ് ഫെയറീസ്, ഞാൻ മാലാകമാരുടെ രാജ്ഞിയാണ്. ഷീ സെഡ്, ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ, ഞാൻ നിന്നെ നൃത്തവിരുന്നിന് പറഞ്ഞേക്കാം. വെൽ സെഡ് ഹെർ ഗോഡ് മദർ, അവളോട് തല തൊട്ടമ്മ പറയുകയാണ്. ബി എ ഗുഡ് ഗേൾ, നീ നല്ല കുട്ടിയാവുക. ആൻഡ് ഐ വിൽ കൺട്രൈവ് ദാറ്റ് യു ഷാൾ ഗോ, നിനക്ക് പോകുവാനുള്ള ഉപായങ്ങളൊക്കെ എൻ്റെ അടുക്കലുണ്ട്. ഷീ വെന്റ് വിത്ത് സിൻഡ്രല്ല ഇൻ ടു ഹെർ ചേംബർ, അങ്ങനെ അവൾ സിൻഡ്രല്ലയുടെ സ്വകാര്യ റൂമിലേക്ക് പോവുകയാണ്. ആൻഡ് ടോൾഡ് ഹെർ, എന്നിട്ട് അവളോട് പറഞ്ഞു, റൺ ഇൻ ടു ദ ഗാർഡൻ, നീ പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോകൂ. ആൻഡ് ബ്രിങ് മീ എ പംകിൻ, എന്നിട്ട് എനിക്കൊരു മത്തൻ കൊണ്ടുവരൂ. Cinderella went immediately to gather the finest pumpkin she could get. സിൻഡ്രല്ല പെട്ടെന്ന് തന്നെ ആ ഗാർഡനിലേക്ക് പോവുകയാണ്. എന്തിനെ? To gather the finest pumpkin she could get, അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പംകിൻ എടുത്തുകൊണ്ടുവരാൻ. And brought it to her godmother, എന്നിട്ട് ആ മാലാഖയ്ക്ക് കൊടുക്കുകയാണ്. She could not imagine, അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല, how this pumpkin could help her go to the ball, ആ നൃത്തവിരുന്നിന് പോകുവാൻ ഈ പംകിൻ എങ്ങനെ സഹായിക്കുമെന്ന് പോലും അവൾക്കറിയില്ല. The fairy waved a magic wand over the pumpkin, ആ മാലാഖ ആ പംകിന് മേലെ അവരുടെ മാന്ത്രിക വടി ഒന്ന് വീശും. Suddenly
പെട്ടെന്ന് തന്നെ ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. ആ പംകിൻ ഒരു ചുവന്ന രഥമായി മാറി. Then the fairy said, ആ സമയത്ത് മാലാഖ പറയുകയാണ്, യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ്. ഈ രഥത്തിലാണ് നീ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. പക്ഷേ ഈ രഥം വലിക്കുവാൻ നമുക്ക് കുതിരകളെ ആവശ്യമുണ്ട്. ദർ ഈസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ പിറകു വശത്ത് ഒരു എലിക്കണിയുണ്ട്. ബ്രിങ് ഇറ്റ് ടു മീ. അതെനിക്ക് കൊണ്ടുപോവാ. സിൻഡ്രല്ല വെൻറ്റ് ഔട്ട് ആൻഡ് ബ്രോട്ട് ദ മൗസ് ട്രാപ്പ്. സിൻഡ്രല്ല ഓടിപ്പോയി ആ ഒരു എലിക്കണി കൊണ്ടുവന്നു. ദർ വർ 6 mice ഇൻ ഇറ്റ്. അതിൽ 6 എലികളുണ്ടായിരുന്നു. ദ ഫെയറി വേവ്ഡ് ദ മാജിക് വാൻഡ് ഓവർ ഇറ്റ്. അങ്ങനെ നമ്മുടെ മാലാഖ അവരുടെ നേരെ മാന്ത്രിക വടി വീശുന്നു. ആൻഡ് ഓൾ ദ മൈസ് വർ ടേൺഡ് ഇൻ ടു 6 വൈറ്റ് ഹോഴ്സസ്. എല്ലാ എലികളും 6 വെളുത്ത കുതിരകളായി മാറുന്നു. ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ് ദ ഫെയറി സെഡ്. ഈ രഥത്തിലേക്കും ഹോഴ്സിലേക്കും നോക്കി നമ്മുടെ മാലാഖ പറയുകയാണ്, നൗ വി ഹാവ് എ കോച്ച് ടു ട്രാവൽ ഇൻ ആൻഡ് 6 horses to draw it. നമുക്കിപ്പോൾ ഒരു രഥമുണ്ട്, നിനക്ക് യാത്ര ചെയ്യുവാൻ. അതോടൊപ്പം തന്നെ 6 കുതിരകളും കിട്ടിയിട്ടുണ്ട്. ബട്ട് വി ഹാവൻറ്റ് എനി ഫൂട്ട്മെൻ. പക്ഷേ നമുക്ക് ഒരു പരിചാരകരെയും കിട്ടിയിട്ടില്ല. ഗോ എഗെയിൻ ഇൻ ടു ദ ഗാർഡൻ. നീ പൂന്തോട്ടത്തിലേക്ക് തിരിച്ചു പോകൂ. ആൻഡ് യു വിൽ ഫൈൻഡ് 6 lizards ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. വാട്ടറിംഗ് പോട്ടിന് പിറകെ വശത്തായി 6 ലിസാർഡ്സ് പല്ലികളെ നിനക്ക് കാണാൻ പറ്റും. ബ്രിങ് ദം. അവയെ എനിക്ക് കൊണ്ടുപോവാ. വെൻ സിൻഡ്രല്ല ബ്രോട്ട് ദ ലിസാർഡ്. അങ്ങനെ സിൻഡ്രല്ല ആ പല്ലികളെ കൊണ്ടുവന്നു. ദ ഫെയറി ചേഞ്ച്ഡ് ദം ഇൻ ടു ഫൂട്ട്മെൻ. അങ്ങനെ ഈ മാലാഖ അവയെ ഫൂട്ട്മെൻ ആക്കി, അവിടെയുള്ള കാവൽ പടയാളികളാക്കി. ദ ഫൂട്ട്മെൻ ബൗഡ് അറ്റ് ഹർ. ആ പരിചാരകൾ അവൾക്ക് നേരെ ഇങ്ങനെ കുനിഞ്ഞു. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. അവർ ധരിച്ചിരുന്നത് ബ്ലൂ കളറും യെല്ലോ കളറുമുള്ള ഡ്രസ്സായിരുന്നു. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. സിൻഡ്രല്ല അവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. ബട്ട് ഷീ ബിക്കെയിം സാഡ്. അവൾ പക്ഷേ സങ്കടത്തിലായി. വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. അവൾ അവളുടെ ഡ്രസ്സുകൾ നോക്കിയപ്പോൾ, ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാഗ്സ് ഷീ സെഡ്. ഈ പഴന്തുടികൾ കൊടുത്ത് എനിക്ക് ആ നൃത്തവിരുന്നിന് പോകാൻ സാധിക്കില്ല. അവളിങ്ങനെ പറയാണ്. ആ സമയത്തോ, ഐ വിൽ ഗിവ് യു വണ്ടർഫുൾ ക്ലോത്ത്സ് ദ ഫെയറി സെഡ്. ആ മാലാഖ പറയുകയാണ്, ഞാൻ നിനക്ക് വളരെ ഭംഗിയുള്ള ക്ലോത്ത്സ് തരാം. ദ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ്. അങ്ങനെ മാലാഖ സിൻഡ്രല്ലയെ അവളുടെ മാന്ത്രിക വടി കൊണ്ടൊന്ന് ടച്ച് ചെയ്തു. Her rags changed into beautiful clothes of silk and gold. അവളുടെ പഴയ തുണികൾ സിൽക്ക് കൊണ്ടും ഗോൾഡ് കൊണ്ടുമുള്ള ഭംഗിയുള്ള ക്ലോത്ത്സ് ആയിട്ട് മാറി. There were diamonds in her hair. അവളുടെ മുടിയിൽ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. And she wore 2 pretty glass shoes. അതോടൊപ്പം തന്നെ അവൾ ധരിച്ചിരുന്ന നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഷൂസും. Then the fairy said. ആ സമയത്ത് മാലാഖ പറഞ്ഞു, You can go to the wall now. നിനക്കിപ്പോൾ നൃത്തവിരുന്നിന് പോകാം. ബട്ട് റിമെമ്പർ, ഒരു കാര്യം ഓർക്കണം. ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. 12 മണിയാവും നേരം ഈ മാന്ത്രിക വിദ്യ അവസാനിക്കും. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. ആ സമയമാകുന്നതിന് മുന്നേ നീ വീട്ടിലേക്ക് തിരിച്ചെത്തണം. ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കുന്നത് സിൻഡ്രല്ലയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗിവ് ഹെർ ഡോട്ടർ? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം. ഡൈ എന്ന് പറഞ്ഞാൽ മരിക്കുക. ഡൈങ് എന്ന് പറഞ്ഞാൽ മരിച്ചു, മരണമാസന്നമായ. ഓക്കെ, ആ മരണമാസന്നമായ ആ അമ്മ മരിക്കാൻ പോകുന്ന സമയത്ത് ആ അമ്മ മകൾക്ക് നൽകിയ ഉപദേശം എന്താണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ, ടു ബി ഗുഡ് ആൻഡ് പയസ്. ഹെർ മദേഴ്സ് സോൾ ഇൻ ഹെവൻ വിൽ ഓൾവേസ് ബി വിത്ത് ഹെർ. സിൻഡ്രല്ലയോട് പറയാണ് ടു ബി ഗുഡ് ആൻഡ് പയസ്. അവളോട് നല്ല കുട്ടിയും അതുപോലെ തന്നെ ഭക്തയും ആവാൻ പറയുകയാണ്. നല്ല ഭക്തിയുള്ളവളും നന്മ നിറഞ്ഞവളും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഹെർ മദേഴ്സ് സോൾ ഇൻ ഹെവൻ വിൽ ഓൾവേസ് ബി വിത്ത് ഹെർ. സ്വർഗത്തിൽ നിന്നും ആ അമ്മയുടെ ആത്മാവ് എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞു കൊടുക്കുകയാണ്.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ, കുഴിമാടം എന്നൊക്കെ പറയില്ലേ. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. വാട്ട് ഹാപ്പൻഡ് ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? വിൻ്റർ മഞ്ഞുകാലം അല്ലേ, മഞ്ഞുകാലം വന്നപ്പോൾ ആ അമ്മയുടെ ശവകുടീരത്തിന്, അതായത് ശവക്കല്ലറയ്ക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ അതിൻ്റെ ആൻസർ, ദ ഗ്രേവ് കവേർഡ് വിത്ത് സ്നോ. സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ആ ഗ്രേവ് മഞ്ഞിനാൽ മൂടപ്പെട്ടു അല്ലേ. അത് ശവക്കല്ലറയുടെ മുകളിൽ മുഴുവൻ എന്തായി മാറി? മഞ്ഞ് കൊണ്ട് അത് കവർ ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സിൻഡ്രല്ല വാസ് ഇൽ ട്രീറ്റഡ് ബൈ ഹെർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. വാട്ട് വുഡ് ബി ദ റീസൺ? ഇൽ ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പെരുമാറുക. സ്റ്റെപ്പ് മദർ എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മ, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരികളല്ലാതെ വേറെ അച്ഛൻ്റെയോ അമ്മയുടെയോ വേറെയുള്ള കല്യാണത്തിനുള്ള മക്കളും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അവളെ മോശമായി അവളോട് പെരുമാറുകയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. റീസൺ, കാരണം. വാട്ട് കുഡ് ബി ദ റീസൺ? അതിൻ്റെ റീസൺ എന്തായിരിക്കും, കാരണം എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഒന്നുകിൽ എന്താണ് ഫസ്റ്റത്തെ പോയിൻ്റ്, ദേ വർ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് അല്ലേ. അവർ പ്രൗഡ്, അഹങ്കാരികളും അതുപോലെ തന്നെ അൺകൈൻഡ്, ദയയില്ലാത്തവരുമാണ്. അതല്ലെങ്കിൽ പിന്നെ ഒരു കാരണം, ദേ വർ വീക്ക് ആൻഡ് അഗ്ലി അറ്റ് ഹാർട്ട് അല്ലേ. അവരുടെ കാണാൻ പുറമേക്ക് അവർ ഭംഗിയുണ്ടെങ്കിലും പക്ഷേ അവരുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ ദുഷ്ടചിന്താഗതിയുള്ള മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ വേറൊരു കാരണം കൂടിയുണ്ട്, സിൻഡ്രല്ല വാസ് എ പുവർ ഗേൾ. സിൻഡ്രല്ല ഒരു പാവം കുട്ടിയാണ്, അവൾ തിരിച്ച് പ്രതികരിക്കൊന്നുമില്ല. അതുകൊണ്ട് അവരാണ് എന്ത് ചെയ്യാണ്, അവളെ മോശമായി അവളോട് പെരുമാറുകയാണ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഇസ് സിൻഡ്രല്ല കോൾഡ് സോ? സിൻഡ്രല്ലയെ അങ്ങനെ വിളിക്കാൻ കാരണമെന്ത്? അതായത് സിൻഡ്രല്ല എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ, ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി ആസ് ഷീ സ്ലപ്ഡ് ഇൻ ദ സിൻറ്റേഴ്സ്, സോ ദേ നെയിംഡ് ഹെർ സിൻഡ്രല്ല. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. ഡസ്റ്റി എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ചത്, അതുപോലെ തന്നെ ഡേർട്ടി പറഞ്ഞാൽ ചളിയൊക്കെ ഉള്ളത്, മലിനമായത്. അപ്പോൾ എന്താണ്, ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. സിൻഡ്രല്ല എപ്പോൾ നോക്കുമ്പോഴും അവളുടെ ദേഹത്തും അവളുടെ വസ്ത്രത്തിലൊക്കെ എന്തുണ്ടാവും, ഡസ്റ്റി ആൻഡ് ഡേർട്ടി, പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. അതിന് കാരണം എന്താണ്, ആസ് ഷീ സ്ലപ്ഡ് ഇൻ ദ സിൻറ്റേഴ്സ്. അവൾ എവിടെയാണ് കിടന്നുറങ്ങുന്ന, അടുക്കളയിൽ ആ നിലത്തിൽ കരികളുടെ കൂട്ടത്തിലാണ് അവളും, കരി പിടിച്ച നിലത്തിലാണ് അവൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ. വാട്ട് വുഡ് ബി ദ ഫീലിംഗ് ഓഫ് സിൻഡ്രല്ല ടു ദിസ് കമൻറ്റ്? അതായത് അവളുടെ സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സൊക്കെ പ്രിൻസ് വിളിച്ച ബോളിന് പോവുകയാണല്ലോ, നൃത്ത വിരുന്നിന് വേണ്ടി പോവുകയാണ്. സിൻഡ്രല്ലക്കും പോകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവർ അവളെ കൂടെ കൂട്ടുന്നില്ല. എന്നിട്ട് അവളെ കളിയാക്കിയും കൊണ്ട് പറയാണ്, യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ. നിനക്ക് യാചകർ അല്ലേ, ഭിക്ഷക്കാരൊരു പാർട്ടി നടത്തുമ്പോൾ നിനക്കതിന് പോകാം എന്ന് അവളെ കളിയാക്കിയും കൊണ്ട് പറയാണ്. ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ലയ്ക്കുണ്ടായ ഭാവം എന്തായിരിക്കും, അവൾക്ക് എന്താവും ഫീൽ ചെയ്തിട്ടുണ്ടാവുക? അതിൻ്റെ ആൻസർ, ഷീ വുഡ് ക്രൈ ആൻഡ് ഫീൽ വെരി ഡിസപ്പോയിൻറ്റഡ്. അവൾ ഒരു പക്ഷേ കരഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവൾക്ക് വളരെ നിരാശയും തോന്നിയിട്ടുണ്ടാവും. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ വുഡ് ഹാവ് സെൻറ്റ് മീ ടു ദ ബോൾ. വൈ ഡസ് സിൻഡ്രല്ല തിങ്ക് സോ? സിൻഡ്രല്ല മനസ്സിലിങ്ങനെ വിചാരിച്ച വാക്കുകളാണിത്. അവൾക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ്, എൻ്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, ഷീ വുഡ് ഹാവ് സെൻറ്റ് മീ ടു ദ ബോൾ, അവളെന്നെ, അതായത് അമ്മ എന്നെ തീർച്ചയായും ആ വിരുന്നിന് എന്നെ അയക്കുമായിരുന്നു. വൈ ഡസ് സിൻഡ്രല്ല തിങ്ക് സോ? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല ഇങ്ങനെ ചിന്തിച്ചത്? അപ്പോൾ അതിൻ്റെ ആൻസർ,
The stepmother treated her daughters well and encouraged them to go to the ball. As Cinderella was not her own daughter, she was ill-treated. The stepmother treated her daughters well. സ്റ്റെപ്പ് മദർ അവളുടെ മക്കളെ നന്നായി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻകറേജ് ദം ടു ഗോ ടു ദ ബോൾ. അവരെന്ത് തന്നെയാണ് ഒരുക്കുന്നുണ്ട്, ആ പ്രിൻസ് വിളിച്ച നൃത്ത വിരുന്നിന് പോകാൻ വേണ്ടി അവരെ ഒരുക്കുകയും അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അത് അവളുടെ മക്കളാണ് അല്ലേ. ആസ് സിൻഡ്രല്ല വാസ് നോട്ട് ഹെർ ഓൺ ഡോട്ടർ, ഷി വാസ് ഇൽ ട്രീറ്റഡ്. സിൻഡ്രല്ല ആ രണ്ടാനമ്മയുടെ മകളല്ല, അതുകൊണ്ട് തന്നെ അവളെ അവർ മോശമായിട്ടാണ് അവളോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ് സിൻഡ്രല്ല എങ്ങനെ ചിന്തിച്ചത്, എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ആ വിരുന്നിന് പോവാൻ സമ്മതിക്കുമായിരുന്നു എന്നൊക്കെ അവൾ വിചാരിക്കുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഒക്കർ ടു ദ ഫോളോയിങ് തിങ്സ്. താഴെ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്, അതിന് എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്ന് എഴുതണം. ഒരു ഫെയറി വന്നു, സിൻഡ്രല്ല അതിന് വേണ്ടി പറഞ്ഞേക്കുകയാണല്ലോ, ആ വിരുന്നിന് പോകാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അവൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ പംകിൻ, സെക്കൻഡ് വൺ മൈസ്, തേർഡ് വൺ ലിസാർഡ് ആൻഡ് ദ ഫോർത്ത് വൺ റാക്സ്. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ, മൈസ് എലികൾ, ലിസാർഡ്സ് പല്ലികൾ, ഓന്തെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ അരണ അങ്ങനത്തെ. പിന്നെ റാക്സ് എന്ന് പറഞ്ഞാൽ അവളുടെ പഴയ വസ്ത്രം. നമുക്ക് നോക്കാം എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പംകിൻ ഒരു റെഡ് കോച്ചായിട്ട് മാറി, ഒരു ചുവന്ന രഥം. രണ്ടാമത്തേത് മൈസ് വൈറ്റ് ഹോഴ്സ് ആയി മാറി, വെള്ള കുതിരകളായി മാറിയില്ലേ. അടുത്തത് ലിസാർഡ്സ് ഫുട്മെൻ, ഭടന്മാർ അല്ലെങ്കിൽ പരിചാരകരായിട്ട് മാറി. പിന്നെ അവളുടെ റാക്സ്, അതായത് പഴയ വസ്ത്രങ്ങളൊക്കെ മാറി ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ് അല്ലേ. പുതിയ ഭംഗിയുള്ള വസ്ത്രം, സിൽക്ക് കൊണ്ടും സ്വർണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വസ്ത്രമായിട്ടത് മാറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു സിൻഡ്രല്ല ഇഫ് ഷീ കനോട്ട് റിട്ടേൺ ഹോം ബിഫോർ 12 o'clock. അതായത് 12 മണിക്ക് മുമ്പ് സിൻഡ്രല്ലയ്ക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താവും സംഭവിക്കുക. ഫെയറി അവളോട് പറയുന്നുണ്ട്, നീ പോകുന്നതൊക്കെ ശരി, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 12 മണിയാവുന്നതിന് മുമ്പ് ഇവിടെ തിരിച്ചെത്തിയിരിക്കണം, അപ്പോൾ മാത്രമേ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, അറ്റ് 12 o'clock the magic would end and she would be back to her original self. അതായത് 12 മണിക്ക് അവളുടെ മാന്ത്രിക ശക്തി അത് അവസാനിക്കും. അവൾക്ക് തന്നിട്ടുള്ള വരമാണ് അല്ലേ, മാന്ത്രികമായിട്ടുള്ളൊരു വരമുണ്ട്, അത് 12 മണിയോട് കൂടി അവസാനിക്കും. ആൻഡ് ഷീ വുഡ് ബി ബാക്ക് ടു ഹർ ഒറിജിനൽ സെൽഫ്, അവൾ അവളുടെ സ്വയം രൂപത്തിലേക്ക് മാറും. അതാണ് അവൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കുക.